ഇന്ന് എൻ്റെ വീട്ടിലൊരു വാട്ടയിറ്റിനിടെ ആയാലോ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും ചിക്കൻ കോഴയാണ് ഉണ്ടാക്കിയേക്കണത്. ഞാനല്ല, അമ്മയാണ്. സോ നമുക്ക് തിന്നാം. ഇഡ്ഡലിക്ക് നല്ല പുളിപ്പുണ്ട്, തേങ്ങാപ്പാൽ വെച്ച് ചിക്കൻ കറി ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. ഇഡ്ഡലിയും പുളിപ്പും മധുരവും ഒക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ. സോ ഞാൻ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് തിന്നു. ഇനിയിപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ തിന്നും, അതാണ് ഞാൻ. അപ്പം അമ്മ ചോദിച്ചു ഇച്ചിരി ചക്കടി എടുക്കട്ടെ എന്ന്. വൈ നോട്ട്, എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതലായിരുന്നു. നമുക്കൊന്നൊരു പ്രശ്നമാണല്ലോ. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ശരീരമൊക്കെ ഒന്ന് അനക്കാന്ന്. നല്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് അടിച്ചു വാരി അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ഇരുട്ട്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല കാറ്റും മഴയും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അമ്മ നല്ലൊരു ടാങ്കിൻ്റെ നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കുടിച്ച് ചില്ലായി. പിന്നെ ഉച്ചയായപ്പോഴും ഞാൻ ചോറിനാൻ പോകണം. എൻ്റെ വയറിങ്ങനെ ഒട്ടിയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് വീർപ്പിക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ ചോറെടുത്തു. ചാളയുണ്ട്, ചിക്കനുണ്ട്, പരിഞ്ഞീനുണ്ട്. പലിഞ്ഞീന്നാണോ നിങ്ങൾ പറയാറ്? ഞാൻ ചെമ്മീനല്ലല്ലോ, ചാളയുടെ മുട്ടേനെ ഞാൻ പനിഞ്ഞീന്നാണ് പറയാറ്. പിന്നെ അതൊക്കെ കൂട്ടി അങ്ങോട്ട് കുഴച്ച് തിന്ന്. ഈ പനിഞ്ഞീൻ വറുത്ത ചീഞ്ചട്ടിയിൽ നമ്മുടെ ചോറിട്ട് തിന്നാണ്ടല്ലോ, വേറെ ലെവലാണെന്ന്. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അതും കൂട്ടി എല്ലാം കൂട്ടി അങ്ങോട്ട് ചോറിനിട്ട് പോയി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നല്ല മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയത്ത് കുറച്ച് നേരം നിന്ന് നനഞ്ഞു. അപ്പം എനിക്ക് വിശന്നു. അപ്പം ഞാൻ പക്കവടയും കടലയും തിന്നാൻ വിചാരിച്ചു കേട്ടോ. അത് തിന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒരു ഹെയർ മസാജും തന്നു. ഹായ്, സുഖം, നല്ല സുഖം. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഒരു ചിക്കൻ കറി അങ്ങോട്ട് വെച്ചു. കുറച്ച് പപ്പടവും കൂട്ടി ചോറ് അങ്ങോട്ട് തിന്നു. അപ്പോൾ ഇന്നൊരു ദിവസം ഇത്രയൊക്കെ തിന്നോളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിക്കൻ മാത്രമേ ഉള്ളൂ എന്ന്. എൻ്റെ അമ്മ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിക്കൻ തന്നെ എപ്പോഴും തരാറ്. ഞാനിവിടെ നിന്ന് മീനും വാങ്ങിച്ചോളൂ. അപ്പം ഇത്രയുള്ള ബൈ.